കഴിഞ്ഞ വർഷങ്ങളായി മമ്മൂട്ടി ചെയ്ത കുറച്ച് വേഷപകർച്ചകളെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ്. നൻപകൽ നേരത്ത് മയക്കം ഇറങ്ങിയപ്പോൾ ഇതുവരെ കാണാത്ത പുതിയൊരു മമ്മൂക്ക, റോഷാക്ക് ഇറങ്ങിയപ്പോൾ പുതിയൊരു മമ്മൂക്ക, ഭ്രമയുഗം ഇറങ്ങിയപ്പോൾ വീണ്ടും പുതിയൊരു മമ്മൂക്ക, കളംകാവൽ ഇറങ്ങിയപ്പോഴോ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി, വിനായകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ കളംകാവൽ കാട്ടായിക്കോണത്ത് യുവാക്കൾ തമ്മിലുണ്ടാവുന്ന തർക്കം വർഗീയ ലഹളയിലേക്ക് വളരുന്നു. ഇതിന്റെ അന്വേഷണത്തിനായി നിയോഗിക്കപ്പെടുന്ന നത്ത് എന്ന വട്ടപ്പേരുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലെ വിനായകൻ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണൻ, ഒപ്പം ജിബിൻ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രവും. ഇവരുടെ അന്വേഷണത്തിലൂടെയാണ് ചിത്രം മുന്നേറുന്നത്. വിനായകൻ തനിക്ക് കിട്ടിയ വേഷം തകർത്തിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ചെയ്ത വേഷങ്ങളുടെ ഷെയ്ഡ്സ് ഒക്കെ മാറ്റിപ്പിടിച്ച് ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ്. ചിത്രത്തിൽ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളായി എത്തുന്നവരും അവരുടെ റോൾസ് വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവിലേക്ക് വരാം. ദ റിയൽ നടുപ്പ് ചക്രവർത്തി മമ്മൂട്ടി. വിനായകന്റെ നായകനായി അല്ല, പ്രതിനായകനായാണ് മമ്മൂട്ടി അഴിഞ്ഞാടിയിട്ടുള്ളത്. നോട്ടത്തിലും സംസാര ശൈലിയിലും ചലനത്തിലും എല്ലാം വേറിട്ട വേഷങ്ങൾ ചെയ്യുന്ന മമ്മൂട്ടി എന്ന നടന്റെ കയ്യൊപ്പ് ഉടനീളം കാണാൻ സാധിക്കും. ഛായാഗ്രഹണം ഫൈസൽ അലി, എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ. ഇങ്ങനെ ടെക്നിക്കൽ സൈഡിലുള്ളവർ അവരുടെ വർക്ക് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. മുജീബ് മജീദിന്റെ സംഗീതം കഥാപറച്ചിൽ കൂടുതൽ സങ്കീർണമാക്കുന്നത് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലാകായും വെളിച്ചം എന്ന പാട്ടൊക്കെ പടം കണ്ടിറങ്ങുമ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിൽ ഭീതിയായി നിലനിൽക്കും. ഒരു ഭാഗം എത്തുമ്പോൾ കുറച്ച് പ്രഡിക്റ്റബിൾ ആയ കഥാസന്ദർഭത്തിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. പക്ഷേ അപ്പോഴും നെടുന്തൂണ് പോലെ പടത്തെ പിടിച്ചു നിർത്തുന്നത് കഥാപാത്രങ്ങളും അവരുടെ പെർഫോമൻസുകളുമാണ്. കുറുപ്പ് എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടതാണ് ക്രൈം ചെയ്യുന്ന വ്യക്തിയെ അഥവാ വില്ലൻ എന്ന് വിളിക്കേണ്ട ആളെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. കുറുപ്പിന്റെ അതേ എഴുത്തുകാരനായ ജിതിൻ കളംകാവലിൽ അത് ആവർത്തിക്കുന്നില്ല എന്നത് പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഓവറോൾ മമ്മൂട്ടിയുടെയും വിനായകന്റെയും മറ്റ് അഭിനേതാക്കളുടെയും മികച്ച പ്രകടനത്തിന് കൈയടിക്കാനായി വേണ്ടി തീർച്ചയായും കണ്ടിരിക്കാവുന്ന ചിത്രം തന്നെയാണ് കളംകാവൽ.